എക്കാലത്തെയും മലപ്പുറത്തിന്റെ മണവാളൻ ഒരാളെ ഉള്ളൂ കേട്ടോ. അത് ഇ ടി മുഹമ്മദ് ബഷീറാണ്. അദ്ദേഹം നമുക്കൊപ്പം ഉണ്ട്. ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് നമസ്കാരം. അങ്ങനെ ഇ ടിയെ കാത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇ ടിയെ കാത്തൊരു കഞ്ഞി ഇവിടെ ഇരിപ്പുണ്ട്. ഇ ടിക്കൊപ്പം കഞ്ഞി കുടിക്കാമെന്ന് ഞങ്ങൾ കരുതി. ഞാൻ ആദ്യമേ തന്നെ ഞാനൊരു നിവേദനം നൽകട്ടെ. ഞാൻ ഇവിടെ വന്നപ്പോഴാണ്, കൊണ്ടോട്ടിയിൽ വന്നപ്പോഴാണ് ഈ കുബ്ബയെക്കുറിച്ച് കൂടുതൽ കാര്യം അറിഞ്ഞത്. കൊണ്ടോട്ടി നേർച്ചയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ കുബ്ബയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും നമ്മൾ കടന്നു പോകുന്ന കാലത്തിൻ്റെയും ഒരു മാതൃകയാണ് ഈ കൊണ്ടോട്ടി നേർച്ച. ആ കൊണ്ടോട്ടി നേർച്ച 13 വർഷമായി നടക്കുന്നുണ്ട്. അതും ഈ മുഹമ്മദ് ഷാ തങ്ങളൊക്കെ ആദ്യകാലത്ത് ദളിതർക്ക്, സവർണർക്ക്, മതമൈത്രിക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു നേതാവ് കൂടിയാണ്. വലിയൊരു സാഹിബാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒരു വലിയ ഉത്സവം അത് ഈ നാട്ടുകാരുടെ ആവശ്യമാണ്. അത് നമുക്ക് നടത്തി കൊടുക്കാം. നല്ല ഐഡിയകൾ, ഒരുപാട് ഐഡിയാസ് പറയുന്ന ആളാണ്. ഈ ഇതൊരു ചരിത്ര സ്മാരകമാണ്. അതിനെപ്പറ്റി അനുസ്മരിക്കാൻ വേണ്ടി ചരിത്രമായിട്ട് ബന്ധമുള്ളവരും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നതും ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു ഒത്തുചേരൽ, ടുഗദർനെസ് എന്നുള്ള ആശയം വളരെ നല്ലതാണ്. തെരഞ്ഞെടുക്കപ്പെട്ട് വന്നാൽ അതിനുവേണ്ടി മുൻകൈ എടുക്കുന്ന ആദ്യമായിട്ട് പറയാം. കൊണ്ടോട്ടിക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു വീട്ടിൽ. അത് നമ്മളുടെ ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വെച്ചതാണ്. ഇനി നമ്മൾ വിഷയത്തിലേക്ക് എത്തിയാൽ, പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തെത്തി സ്വന്തം മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പം ക്യൂ നിന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം. അതാണ് അങ്ങ് ഇന്നലെ വിശദീകരിച്ചത് അല്ലേ? പക്ഷെ അതേസമയം പ്രതിപക്ഷത്തുള്ള ആളുകൾ പറയുന്നൊരു ചോദ്യം അങ്ങനെയല്ല. പൊന്നാനിയിൽ 3 തവണ MP ആയതുകൊണ്ട് അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം MP-ക്കെതിരെ ഉണ്ടാവാനുള്ള സാധ്യത ഭയന്നു വരുന്നു എന്ന് പറയുന്നു. ശരിക്കും അതിന് മറുപടി പറയാൻ ഏറ്റവും പറ്റിയ നിങ്ങളുടെ ചാനൽ തന്നെയാണ്. കാരണം എന്താ അറിയോ, നിങ്ങളാണ് ആദ്യം പെർഫോമൻസ് സർവേ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. അതിലൊരു വാക്ക് ഞാനിപ്പോഴും അവർക്ക് ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ്. പൊന്നാനിയെ പൊന്നുപോലെ നോക്കിയ, അതാണ് നിങ്ങളുടെ വാചകതായിരുന്നു. പെർഫോമൻസിൽ നിങ്ങൾ അളന്നത് എല്ലാ മാനദണ്ഡത്തിലും ജനങ്ങൾ ഇഷ്ടപ്പെട്ട പ്രവർത്തനം ചെയ്തു എന്നാണ്. ആദ്യമായതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ള മറുപടി കൂടിയാണ്. അത് ഇ ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തതൊരു സൗജന്യമായിട്ട് കണക്കാക്കരുത് പ്രേക്ഷകർ. ഇ ടിയെ കുറിച്ച് പൊന്നാനി മണ്ഡലത്തിന്റെ വിലയിരുത്തലാണ് നമ്മൾ സർവേയിൽ പറഞ്ഞത്. അതിൽ ഇ ടിക്ക് എബോവ് ആവറേജ് പെർഫോമൻസ് ആണ് മണ്ഡലത്തിൽ കൊടുത്തിരിക്കുന്നത്. കാരണം ഇ ടിയുടെ ഇടപെടലുകളായിരിക്കാം ഒരുപക്ഷെ അവിടെ ശ്രദ്ധേയമായത്. ലോക്സഭയിലുള്ള ഇടപെടലുകൾ വളരെ പ്രധാനപ്പെട്ട, പാർലമെന്റിലെ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് 94% മറ്റാണ്. 94% ലോക്സഭയിൽ അദ്ദേഹം ഹാജരായിരുന്നു എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം പാർലമെന്റിലേക്ക് അയച്ചാൽ പാർലമെന്റിൽ കാണും എന്നൊരു ഉറപ്പാണ്. എല്ലാം നിങ്ങൾ ചാനലൊക്കെ തന്നെ. മാത്രമല്ല അദ്ദേഹം ഇടപെട്ട വിഷയങ്ങൾ, മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളാണെങ്കിലും ശരി, ഹരിയാനയിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിന്റെ ഇടപെടൽ വളരെ സജീവമായിരുന്നു.